ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമ ശിവായ. നാരായണ നമ. കാലം എത്ര വേഗമാണ് ഓടിപ്പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ 2026 കാലെടുത്ത് വെച്ചിരിക്കുന്നത്. കലിയുഗമാണ്. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്ന കാലം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പക്ഷെ ഓർക്കേണ്ടതൊന്നുണ്ട്. ഭഗവാന്റെ നാമം ആരൊക്കെ ജപിക്കുന്നു അവരുടെ ജീവിതത്തിലെ സർവ്വവിധ കാലദോഷങ്ങളും അകന്നുപോകും. ഗ്രഹങ്ങളുടെ കളിയിൽ മനസ്സ് പതറാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? വിശ്വാസമാണ്. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ 2026 ആർക്കൊക്കെയാണ് നേട്ടങ്ങൾ, ഈശ്വരാനുഗ്രഹം കൂടുതലായി വന്നു ചേരുന്നത് എന്നതാണ്. അപ്പോൾ ഈ 2026 ജനുവരി ഗ്രഹങ്ങളുടെ സഞ്ചാരം വളരെ ഒരു പ്രത്യേകത നിറഞ്ഞതാണ്. ശനി ഭഗവാന്റെയും വ്യാഴത്തിന്റെയും മാറ്റങ്ങൾ ചില നക്ഷത്രക്കാർക്ക് രാജയോഗം തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് ഞാൻ ഒന്ന് വിശദമാക്കി തരാം. അപ്പോൾ ജ്യോതിഷത്തിൽ ഗോചരഫലം എന്ന് പറയുന്നത് വളരെയേറെ പ്രധാനമാണ്. ഈ വർഷം ശനി ഭഗവാൻ കുംഭം രാശിയിലും മീനൻ രാശിയിലുമായി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴം അഥവാ ഗുരു ഭഗവാൻ അനുകൂലമായി നിൽക്കുന്ന ചില രാശിക്കാരുണ്ട്. ഗുരു ലഗ്നത്തിലോ 5-ലോ 9-ലോ ഒക്കെ വന്നാൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. തൊട്ടതെല്ലാം തന്നെ ചില നക്ഷത്രക്കാർക്ക് പൊന്നായി നേട്ടമായി മാറും. ആഗ്രഹിച്ചതൊക്കെയും വലിയ തോതിലുള്ള ഒരു മാറ്റമായി ജീവിതത്തിൽ വന്നു ചേരും. വീട്, വാഹനം, വിവാഹം, സന്താന ഭാഗ്യം, അങ്ങനെ പല പല ഭാഗ്യങ്ങൾ വന്നു ചേരും. പക്ഷെ ഒന്ന് ഓർക്കേണ്ടതുണ്ട്, ഗ്രഹങ്ങൾ വഴി കാണിക്കും, അതിലൂടെ നടക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഈശ്വരവചനം ഇല്ലാതെ ഒരു ഗ്രഹത്തിനും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ഈ ഭാഗ്യം നിലനിർത്താൻ എന്ത് ചെയ്യണം എന്നതുകൂടി ഞാൻ തന്നെ നിങ്ങളിലേക്ക് പറഞ്ഞു തരാം. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക മേടക്കൂറുകാരുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഇവിടെ 2026 ഒരു സുവർണ കാലമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അനുഭവിച്ച മാനസിക വിഷമങ്ങൾക്ക് അറുതി വരും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും. തൊഴിലിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. നിങ്ങൾ നിത്യവും രാവിലെ കുളിച്ച് ശുദ്ധമായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണത് ഓം ഗം ഗണപതിയേ നമ. ഈ ഒരു മന്ത്രം അറിയാവുന്നതല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇതൊരു 108 തവണ അങ്ങോട്ട് ജപിക്കുക. തടസ്സങ്ങളൊക്കെ മാറി വിദേശത്ത് പോകാനുള്ള ഒരു വഴി തുറന്നു കിട്ടും. ഇനി ഇടവക്കൂറിൽ വരുന്ന, അതായത് രോഹിണി, മകയിരം, അപ്പോൾ മകയത്തിന്റെ ആദ്യ പകുതി നക്ഷത്രമൊക്കെ ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രങ്ങളാണ്. ഇപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിന്റെ കാര്യം പറയുമ്പോൾ ചന്ദ്ര ഭഗവാന്റെ പ്രിയപ്പെട്ട നക്ഷത്രമായതിന് മനസ്സിനൊരു വല്ലാത്ത ശാന്തി, സമാധാനം ഒക്കെ ഉണ്ടാകും. ഈ 2026 സാമ്പത്തികമായ ഒരു വലിയ ഉയർച്ചയുണ്ടാകും. പഴയ കടങ്ങൾ തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ. അപ്പോൾ മംഗളകർമ്മം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കുഞ്ഞുമക്കളുടെ കല്യാണം. നിങ്ങൾക്ക് എത്ര മക്കൾ വളർന്നാലും കുഞ്ഞുങ്ങൾ തന്നെയാണ്. അതാണ് കുഞ്ഞുമക്കൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ മക്കളുടെ വിവാഹം ചിലപ്പോൾ 40 വയസ്സൊക്കെ ആയിട്ട് വിവാഹം നടക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ അടുത്ത് അത് മെസ്സേജായിട്ടൊക്കെ പറയാറുണ്ട്. അതൊക്കെ ചില ഋണബന്ധം എന്നൊക്കെ പറയും. അതായത് മുൻജന്മ സമയങ്ങളിൽ ഉണ്ടായ ചില കർമ്മദോഷങ്ങളുടെ പാകപ്പിഴകൾ മൂലം ഇപ്പോൾ അനുഭവിക്കേണ്ടതായ വ്യതകൾ അത് അനുഭവിച്ചേ മതിയാവും. അതൊക്കെ മാറുമ്പോൾ നമുക്ക് ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരും. അപ്പോൾ ഇവിടെ മകയിരം, രോഹിണി മകയിര നക്ഷത്രക്കാര് ശ്രീകൃഷ്ണ ഭഗവാനെ മുറുകെ അങ്ങോട്ട് പിടിച്ചോളും. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്യമായ സ്വാഹ. ഈ ഒരു മന്ത്രം സന്ധ്യാസമയത്ത് നാമമായിട്ട് അങ്ങോട്ട് ജപിക്കുക. നല്ല രീതിയിൽ അങ്ങോട്ട് ജപിച്ചാട്ടെ. ഇനി പോയ ആയില്യം, കണ്ടകശനിയൊക്കെ മാറുന്ന സമയമാണ്. ശ്വാസം വിടാൻ ഇനി പറ്റുമെന്ന് തന്നെ സാരം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ ആകെ ഒരു ബുദ്ധിമുട്ടിൽ കഴിഞ്ഞ കാലമാണ്. അത് മാറും. വാക്കിന് വിലയുണ്ടാകും. ശത്രുക്കൾ മിത്രങ്ങളാകും. രോഗാദി ദുരിതങ്ങൾ ഇല്ലാതെയാകും. സ്വന്തമായൊരു വീട് വെക്കുവാൻ സാധിക്കും. ദുർഗാദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങൾ കൂടെ കൂട്ടേണ്ടത്. അതായത് സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഈ മന്ത്രം കൊണ്ട് വിളക്ക് കത്തിക്കുന്ന വേളയിൽ ജപിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കുക. ഇനി ഉത്രാത്തൻ ചിത്തിര കന്നിക്കൂറാണ്. ബുധന്റെ അനുഗ്രഹമുള്ള വർഷമാണ്. ബുദ്ധിശക്തി കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ ഉന്നത മികവ് പുലർത്താൻ കഴിയും. ബിസിനസ് ചെയ്യുന്നവർക്കും ലാഭം കുമിഞ്ഞുകൂടും. കലാരംഗത്ത് അംഗീകാരങ്ങളൊക്കെ വന്നു ചേരും. നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത്. അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിൽ നടത്തുക. ഓം നമോ നാരായണായ ലളിതമായൊരു മന്ത്രമാണ് ഇത്. ഭഗവാൻ നിങ്ങളുടെ വിളി കേട്ട് ഓടി വരും. ഈ ഒരു മന്ത്രം നിങ്ങൾ ഭക്തി പുരസ്സരം ജപിക്കുകയാണെങ്കിൽ. ഈ ചോദ്യവിശാഖ അനിഴ നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമാണെങ്കിലും 2026 പകുതി മുതലാണ് നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് അനിഴ നക്ഷത്രത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സർക്കാർ ഉദ്യോഗത്തിനൊക്കെ അനുകൂലമാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കോടതി കേസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീരുമാനമാകും.
നിങ്ങൾ ശാസ്താവിനെ കൂടി ഒന്ന് പ്രീതിപ്പെടുത്തേണ്ടതാണ്. അതായത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തേണ്ടതാണ്. ഇവിടെ നക്ഷത്രം ഏതായാലും സമയം എത്ര നല്ലതാണെങ്കിലും നമ്മുടെ കർമ്മം ശുദ്ധമായിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതായത് ഇത്രയൊരു പ്രായത്തിനിടയിൽ ഞാൻ കണ്ട ഒരു ഇത് വെച്ച് പറയുമ്പോൾ, ധർമ്മോ രക്ഷിതി രക്ഷിത, നമ്മൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ വിശക്കുന്ന ഒരു വയറിനെങ്കിലും അല്പം ഭക്ഷണം നൽകാൻ സാധിച്ചാൽ അതിന് വലിയൊരു പൂജ വേറെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ കണ്ണുനീർ വീഴാൻ അനുവദിക്കരുത്. പിന്നീട് എന്തൊക്കെ ജാതകം നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടാവുകയില്ല. അതേപോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി നാമം ജപിക്കാൻ ശ്രമിക്കുക. ഞാൻ പുരുഷനെ, ഞാൻ വിളക്ക് കൊളുത്തത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞൊന്നും മാറി നിൽക്കരുത്. എല്ലാവരും കൂടെ ചേർന്നാണ് നാമം ജപിക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ കാലത്ത് തിരക്കുകളാണ്, ജോലിയാണ്, മൊബൈലാണ്, അങ്ങനെ മാറി മാറി നിൽക്കുമ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വരണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്തേ മതിയാകും. അപ്പോൾ ഐശ്വര്യം വേണോ, നിങ്ങളായിട്ട് തന്നെ അത് സ്വയം നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു മാറ്റത്തിന്റെ സമയം തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അനുകൂലമായ ഫലങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അഹങ്കാരം പാടില്ല എന്നതുകൂടി പറയുകയാണ്. ഞാൻ എന്ന ഭാവമോ അല്ലെങ്കിൽ തലക്കനമോ എനിക്കെല്ലാം ഉണ്ട്, ഞാനാണ് എല്ലാം എന്ന ഭാവമൊന്നും ദൈവത്തിന്റെ അടുത്ത് വില പോകില്ല. അപ്പോൾ എൻ്റെ കഴിവുകൊണ്ടാണ് ലോകം തന്നെ കറങ്ങുന്നത് എന്നുള്ള ചിന്തയൊന്നും ആരും കൊണ്ട് നടക്കാതിരിക്കുക. അങ്ങനെയുള്ളവരെ ഭഗവാൻ തന്നെ കൈവിടും. അപ്പോൾ എല്ലാം നിന്റെ കൃപയാണ് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ആ ഒരു പ്രാർത്ഥന, ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രാർത്ഥന ഭഗവാൻ തീർച്ചയായും കേട്ട് നിങ്ങളെ ഭഗവാൻ ചേർത്ത് പിടിക്കും. നിങ്ങൾ ഭഗവാനിലേക്ക് ചേരുന്നതിലൂടെ നിങ്ങളുടെ എല്ലാവിധ ദുരിതങ്ങളും അദ്ദേഹത്തിലേക്ക് എത്തുകയാണ്. ആ തൃപ്പാദങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ കഷ്ടപ്പാടുകളും മാറി നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയുന്ന വർഷം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും. അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. ഒരുപാട് ഐശ്വര്യവും നേട്ടവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.